ഊട്ടിയിലുള്ള ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് വിഷ്ണു ചേട്ടൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പുമാവുണ്ട്, പിന്നെ ഡൽഹിയിലൊരു സ്പെഷ്യൽ മുട്ട വെച്ചിട്ടുള്ള എന്തോ സാധനം, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വിൻ്റർ ആക്ടിവിറ്റിക്ക് വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഫുൾ ലെയേർഡായിട്ട് സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നങ്ങനെ സ്നോ ബോർഡിങ്ങിനെ പോവാണ്. ഇന്ന് നല്ല ടെമ്പറേച്ചർ ഉണ്ട്. എത്രയാ? -18 ആണ്. ബട്ട് തണുപ്പുണ്ട്, നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. ഞങ്ങൾ നല്ല ലേഡൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുക. നോക്കാം ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നല്ല വെയിലുണ്ടല്ലോ, പക്ഷെ പുറത്തിറങ്ങിയ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ ആദ്യമായിട്ട് സ്നോ ബോർഡിങ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതിനാണ്. ഞങ്ങളും ആദ്യമായിട്ടാണ്. എക്സൈറ്റഡ് ആണ്. വിഷ്ണു ചേട്ടനും ഫാമിലിയും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് വിന്റർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളും വലിയവരും ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ക്യൂട്ടനാണ് ഈ വരുന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്നും കിടന്നും എല്ലാം ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു ഡേ ആയിരുന്നു. നമ്മുടെ റിയൽ അവസ്ഥ ഇതാണ്. നമ്മളിത് ടിക്കിനുള്ളിൽ നിന്നാണ് പാല് കൊടുക്കുന്നത്. ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നു. ആൻഡ് നൗ എത്രയും -19 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നല്ല തണുപ്പാണ്. പക്ഷെ നമ്മളെന്നാലും നമ്മുടെ എൻജോയ്മെന്റ് മക്ഡൊണാൾഡ്സ് അല്ല, നമ്മളൊരു ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ച ഒരു ബട്ടർ കേക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, കാരണം നല്ല തണുപ്പാണ്. അങ്ങനെ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞങ്ങളിനി സൺസെറ്റ് കാണാൻ പോവാം. സൺസെറ്റ് കണ്ടില്ലെങ്കിൽ എന്താ, നല്ലൊരു മൂണിന്റെ വ്യൂ കണ്ടു. ഭയങ്കര രസമായിരുന്നു കാണാൻ. ആക്ച്വലി ഇതൊരു ലേക്കാണ്. ആ ലേക്ക് ഫുള്ളും മഞ്ഞുകൊണ്ട് നല്ല ഫ്രീസായി കിടക്കുകയാണ്. നമ്മളവിടെ കുറേ നേരം നിന്നു. എന്നിട്ട് അവിടെ ലൈറ്റിങ്സ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റില്ല, കാര്യം ഇത്രയും നേരം ആയപ്പോൾ തന്നെ ഒരു സന്ധ്യയായി തുടങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പ് കൂടി തുടങ്ങി. എനിക്കൊന്നും ഒട്ടും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിയാൽ മതിയായിരുന്നു. അമ്മാതിരി രീതിയിൽ തണുപ്പായി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചൂസ് ചെയ്ത ദിവസം നല്ലൊരു ദിവസമായിരുന്നു, കാര്യം നല്ല വ്യൂ ആയിരുന്നു. ആകാശമൊക്കെ കാണാനാണെങ്കിലും ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു വ്യൂ ഒക്കെ കിട്ടി, നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഫുൾ മൂണായിരുന്നു. ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, എൻജോയ് ചെയ്തു. Bye.